നമസ്കാരം. പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 പുതുവർഷത്തിൽ 27 നക്ഷത്രങ്ങൾക്കും ജ്യോതിഷപരമായി എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ പൊതുഫലമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. 2026 ജൂണിൽ വ്യാഴത്തിനുണ്ടാകുന്ന രാശിമാറ്റമാണ് മുഖ്യം. വ്യാഴം മിഥുനൻ രാശിയിലാണ് അതുവരെ. തുടർന്ന് ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കും. ശനിക്ക് ഈ വർഷം രാശിമാറ്റമില്ല. മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ശനി ഭൂരിഭാഗവും യാത്ര ചെയ്യുന്നത്. രാഹുവും കേതുവും വർഷാവസാനം വരെ യഥാക്രമം കുംഭം ചിങ്ങൻ രാശികളിലാണ്. ഡിസംബറിൽ രാഹു മകരത്തിലേക്കും കേതു കർക്കടകത്തിലേക്കും പിൻഗതിയായി പകരുന്നു. വർഷാരംഭത്തിൽ ചൊവ്വ ഉച്ചരാശിയായ മകരത്തിലേക്ക് വരുന്നതും പ്രസ്താവ്യമാണ്. ഈ മുഖ്യമായ ഗ്രഹസഞ്ചാരങ്ങളെ മുൻനിർത്തി അശ്വതി മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള 9 നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പുതുവർഷ ഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് 2025 നിന്നും വലിയ തോതിലുള്ള മാറ്റമൊന്നും വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവണമെന്നില്ല. എന്നാലും ഭൂമിയിൽ നിന്നും ആദായം, വസ്തു വാങ്ങാനോ ഗൃഹം നിർമ്മിക്കാനോ ഉള്ള സാഹചര്യം എന്നിവ ഉണ്ടാകും. രാഷ്ട്രീയ മത്സരങ്ങൾക്ക് മുതിരുന്നതാണ്. സംഘടനകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യാധിപനായ വ്യാഴം ഉച്ചത്തിൽ സഞ്ചരിക്കുകയാൽ വർഷത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ മികച്ചതാകും. തൊഴിൽ വളർച്ച പ്രതീക്ഷിക്കാം. വിദേശ യാത്ര സാധ്യമാവുന്നതാണ്. കരാർ പണികൾ സ്ഥിരപ്പെടാം. പുതിയ വാഹനം വാങ്ങാൻ ഇടയുണ്ട്. ഭാഗ്യക്കുറി, ചിട്ടി, നറുക്കെടുപ്പ് ഇവയിലൂടെ ധനലാഭം ഉണ്ടാകും. ധനാഗമത്തിന് പുതിയ വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. വിവാഹം നടക്കാത്തവരെ സംബന്ധിച്ച് വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. നിക്ഷേപങ്ങളുടെ ആദായം ഉയരും. മാർച്ച്, ജൂലൈ, നവംബർ മാസങ്ങൾ മേന്മ കുറയുന്നതാണ്. അടുത്ത നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് കാഴ്ചപ്പാടുകളിൽ മാറി വരാം. കൂടുതൽ ഭൗതിക താല്പര്യങ്ങൾ വന്നെത്തുന്നതാണ്. ജീവിത നിലവാരം മുന്നത്തേക്കാൾ മെച്ചമാകും. ഉദ്യോഗസ്ഥർക്ക് പദവി കയറ്റം, ശമ്പള വർധന ഇവ സാധ്യമായേക്കും. വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അർഹതയ്ക്കൊത്ത ജോലി ലഭിക്കാനും സാഹചര്യമുണ്ടാകും. വിദേശത്ത് പഠനം, തൊഴിലന്വേഷണം എന്നിവ സഫലമാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. കലാരംഗത്ത് ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നതിലൂടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. സ്വയം തൊഴിൽ വളർച്ച പ്രാപിക്കും. കടബാധ്യതകൾ ജൂൺ മാസത്തിന് ശേഷം പരിഹരിക്കാനാവും. ഗൃഹനിർമ്മാണത്തിനും സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതുവർഷം ആത്മവിശ്വാസം വർദ്ധിക്കും. ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദം കുറയുന്നതാണ്. പുതിയ ഉത്തരവാദിത്വങ്ങൾ വിജയപഥത്തിലെത്തിക്കും. പാർട്ട്ണർഷിപ്പ് വ്യവസായം പുഷ്ടിപ്പെടുത്തുന്നതാണ്. സഹോദരങ്ങളുമായുള്ള സ്വത്ത് വ്യവഹാരം രാജിയാവാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ കുറയ്ക്കാൻ ശ്രമം തുടരുന്നതായിരിക്കും. സാമ്പത്തിക തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ കരുതലുണ്ടാകണം. ഗൃഹം നവീകരിക്കാൻ പ്രതീക്ഷിച്ചതിലും ചെലവുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാനിടയുണ്ട്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടവർ എതിർപ്പുകളെ നേരിടുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് തൊഴിൽപരമായ ഭിന്ന ദിക്കുകളിൽ അല്പകാലമെങ്കിലും കഴിയേണ്ടി വരും. മക്കളുടെ കാര്യത്തിൽ ചെറിയ ഉത്കണ്ഠകൾ ഉടലെടുത്തേക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണിയെ സംബന്ധിച്ച് വ്യാഴം 2-ലും 3-ലും ശനിയും 11-ലും സഞ്ചരിക്കുകയാണ്. അഭീഷ്ട പ്രാപ്തി കൈവരുന്ന വർഷം തന്നെയാവും. സാമ്പത്തിക ക്ലേശങ്ങൾ ഒട്ടാകെ പരിഹൃതമാകും. ലോൺ മൂലം ധനാഗമനം ഉണ്ടാകുന്നതാണ്. പുതിയ പുരോഗതി ദ്രുതഗതി കൊണ്ടുവരും. വീട് നിർമ്മാണം ആരംഭിക്കും. തുടങ്ങിയവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ആഗ്രഹിച്ച വാഹനം വാങ്ങുന്നതാണ്. പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വീട്ടിൽ സ്വന്തമാക്കാൻ കഴിയും. ഉദ്യോഗ പ്രവേശം, തൊഴിലിൽ നല്ല ഉയർച്ച എന്നിവയും സ്വാഭാവിക നേട്ടങ്ങളാണ്. പഠനത്തിൽ ഏകാഗ്രതയും മികച്ച വിജയവും സിദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് തടസ്സങ്ങളെ മറികടക്കാനാവും. 4-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാൽ ഇടയ്ക്കിടെ മനക്ലേശങ്ങളും ആരോഗ്യത്തിൽ ചില ഉത്കണ്ഠകളും കൂടി ഭവിക്കുന്നതായിരിക്കും.
മകയിര നക്ഷത്രക്കാർക്ക് ഇടവക്കൂറും മിഥുനക്കൂറും മകയിര നക്ഷത്രം ഉൾപ്പെടുന്നു. ഇടവക്കൂറുകാർക്ക് ശനി 11-ലാണ് വർഷം മുഴുവൻ എന്നത് ധനവരവ് അധികരിക്കാനും കഷ്ടങ്ങളെ അതിജീവിക്കാനും അവസരമൊരുങ്ങുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടരുകയായി തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ അത്യധ്വാനം ആവശ്യമാണ്. തൊഴിൽ തേടുന്നവർ നിരാശപ്പെടില്ല. എന്നാൽ അർഹിക്കുന്ന ജോലിക്കായി കാത്തിരിക്കേണ്ടി വന്നേക്കും. വ്യാഴം വർഷത്തിന്റെ പകുതി വരെ ഇടവക്കൂറുകാർക്കും ജൂൺ മുതൽ മിഥുനക്കൂറുകാർക്കും ഗുണം ചെയ്യും. എങ്കിലും പൊതുവെ ഭൂമിയിൽ നിന്നും ആദായം, ഗൃഹനിർമ്മാണം, വിദേശയാത്ര, അപ്രതീക്ഷിത ധനലാഭം, ദാമ്പത്യത്തിൽ സമാനം അസംതൃപ്തി, രോഗങ്ങളാൽ ഉപദ്രവം എന്നീ പ്രശ്നങ്ങൾ മകയിരം നാളുകാർക്ക് 2026 പ്രതീക്ഷിക്കാവുന്ന അനുഭവങ്ങളാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജന്മത്തിലും 2-ലുമായി വ്യാഴം 10-ാം ഭാവത്തിൽ ശനിയും 9 രാഹുവിൽ സഞ്ചരിക്കുന്ന വർഷമാണ്. പലപ്പോഴും സമ്മർദ്ദങ്ങൾക്ക് വിധേയരാവാം. സ്വാഭാവികമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല. ഭാഗ്യപുഷ്ടി ഇല്ലെന്ന തോന്നൽ വരും. ക്രമേണ സാമ്പത്തിക പരാധീനതകൾ കുറയുന്നതാണ്. സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാനാവും. ചില കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമെങ്കിലും ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്ന തത്വം അനുഭവത്തിലൂടെ അറിയാനിടവരുകയും ചെയ്യും. വർഷത്തിന്റെ 2-ാം പകുതിയിൽ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സാധിക്കുന്നതാണ്. സാങ്കേതിക വിഷയങ്ങളിൽ ഉയർന്ന ബിരുദം നേടുവാനും വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. പിണങ്ങിയവർക്ക് വീണ്ടും ഒത്തുചേരുന്നതിന് സാധിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് മിഥുനം, കർക്കിടകം കൂറുകളിലുള്ള പുണർദം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം വന്നെത്തുന്നതാണ്. അതിന് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനാവും. പാർട്ട്ണർഷിപ്പുകൾ നല്ല രീതിയിൽ പുരോഗമിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ വർഷപ്പകുതിയാകണം. ഏജൻസികളിലൂടെ വരുമാനം ഉയരുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തണം. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഫലിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. വാഹന ലാഭവും നവീകരണ ഗൃഹോപകരണ ലബ്ധിയും ഭവിക്കും. ബന്ധുക്കളുമായുള്ള വിരോധം നീങ്ങി ഇണക്കത്തിലാവുകയും തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അനുരാഗം സഫലമാകുന്ന സമയമാണ്. വിദേശയാത്രയ്ക്ക് സാഹചര്യം സംജാതമാകും. പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴം 12-ലും ജന്മത്തിലും ശനി 9-ലും രാഹു 8-ലും സഞ്ചരിക്കുന്നു. ഈ വർഷം അത്യധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൈവരുന്നതായിരിക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ പ്രവേശിക്കാൻ ആവർത്തിത ശ്രമങ്ങൾ ആവശ്യമായ വരും. വ്യാപാരം, വ്യവസായം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വൈകുന്നതാണ്. നിലവിലെ ബിസിനസ്സിൽ ചില മത്സരങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ എതിർപ്പുകൾ ഉയർന്നിരിക്കും. ദൂരദിക്കിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്ഥലമാറ്റം വൈകാനിടയുണ്ട്. വീട് പണി മെല്ലെ മുന്നോട്ട് പോകും. പുതുവാഹനം വാങ്ങിക്കാം. കടബാധ്യത അലട്ടാം. മക്കളുടെ ജോലി, വിവാഹം തുടങ്ങിയവ വർഷത്തിന്റെ പകുതിക്ക് മേൽ ഫലവത്താവും. തീർത്ഥാടന യോഗമുണ്ട്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. ആയില്യ നക്ഷത്രക്കാർക്ക് അഷ്ടമരാഹു, 12-ലെ വ്യാഴം എന്നിങ്ങനെ വർഷാരംഭത്തിൽ പ്രതികൂല ഗ്രഹസ്ഥിതിയാണുള്ളത്. എങ്കിലും ചില നുറുങ്ങു ഭാഗ്യങ്ങളും അല്പം സന്തോഷങ്ങളും വന്നു ചേരാതിരിക്കില്ല. വിദേശത്ത് പോകാൻ അവസരമുണ്ടാകും. വിപണിയുടെ സ്പന്ദനം തിരിച്ചറിയുകയാണെങ്കിൽ വ്യാപാരത്തിൽ കുറഞ്ഞ തോതിലുള്ള ആദായമെങ്കിലും വന്നെത്തും. വായ്പകൾ നേടാൻ ആവർത്തിത പ്രയത്നം അനിവാര്യമായി വരും. കരുതൽ ധനം ചെലവിന് വേണ്ടി വന്നേക്കും. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ആശ്വാസമാകില്ല. കരാർ പണികൾ വേണ്ടെന്ന് വെക്കരുത്. ജൂൺ മുതൽ സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാവും.